ഞങ്ങൾ ഇതേ ഹോട്ടലെത്തിയിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള റൂമിന്റെ കീ ഒക്കെ തന്നു. റൂമൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് 3 കൂടിയിട്ട് ഒരു റൂമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രാത്രി ട്രെയിനിൽ തുറക്കം അത്ര ശരിയാവാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ അധികം ടയർഡായിരുന്നു. 8:30 ആകുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് താഴെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടൈമാണ് 6:30 ആയിട്ടേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി പയ്യെ റെഡി ആവാൻ തുടങ്ങി. ഞാൻ ഇതേ ആയി തന്നെ പോയി കുളിച്ച് ഫ്രഷ് ആയി റെഡി ആവും. അവിടെ തന്നെ അമ്മയും റെഡി ആവുന്നുണ്ട്. ഞാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്ന് യൂസ് ചെയ്യുന്നതൊക്കെ അമ്മക്ക് വേണം. എന്തെടുത്താലും അമ്മ ചോദിക്കും അതെന്താ ഇതെന്താ എനിക്ക് വേണം എന്ന് പറഞ്ഞു. പിന്നെയാണ് എന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ട്രെയിനിൽ ഞാൻ ഉറങ്ങിയോന്ന് ചോദിച്ചാൽ ഉറങ്ങി, ബട്ട് ഉറക്കം ശരിയായില്ല ആക്ച്വലി. അപ്പൊ റൂം എത്തി കുറച്ച് സമയം കിടന്ന് ഉറങ്ങാന്ന് ഓർക്കുമ്പോഴേക്ക് ടൈമും ഉണ്ടായില്ല. ഞാൻ ആക്ച്വലി ഈ ഒരു ഡ്രസ്സ് ഇടണം എന്നല്ല വിചാരിച്ചത്. ഇതൊരെണ്ണം സ്പെയർ എടുത്ത് വെച്ചൂന്നേ ഉണ്ടായി. കാരണം ഇതിട്ട ഭയങ്കര ചൂടെടുക്കും. ഇത് പ്യുവർ പോളിസ്റ്റർ ആണ്. ബട്ട് താങ്ക്ഫുള്ളി അവിടെ ഫുൾ AC ആയിരുന്നു. ഓഡിറ്റോറിയം ഒക്കെ AC ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിടാന്ന് ഓർത്തു. ഇതിന്റെ ഷോൾ ഇങ്ങനെ ഊരി വരുന്നുണ്ടായിരുന്നു. സോ അതെനിക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഓർത്തു അതങ്ങ് പിൻ ചെയ്ത് വെച്ചേക്കാന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് അങ്ങ് റെഡിയായി. എനക്കാണ് ഞാൻ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അവിടെയാണെങ്കിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പവും വെജ് സ്റ്റൂ ആയിരുന്നു. എല്ലാം ഫുൾ വെജ് ആയിരുന്നു കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ഇഡ്ഡലിയും വെള്ളയപ്പവും എന്തൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആസ് യൂഷ്വൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്റെ ദേഹത്ത് വീഴുക, ഡ്രസ്സ് കൊളാവുക എന്നുള്ളത് ഒരു പതിവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി അമ്മനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങൾ നേരെ റൂമിലേക്ക് പിന്നെ പോയി. 10 മണിക്കാണ് കല്യാണം. അപ്പൊ ഇനി ആ സമയത്ത് താഴെ വന്നാൽ അതുവരെ ഞങ്ങൾ പോയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. ഓഡിറ്റോറിയം തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്ട്രെസ് ഇല്ലായിരുന്നു. സോ അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി കല്യാണ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ.